നമസ്കാരം. ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗംഗ. ഇന്ന് ഒരു കോമൺ റീഡിംഗ് ആണ്. റെസൊണേറ്റ് ആവണവർ മാത്രം എടുക്കുക, അല്ലാത്തവർ തള്ളിക്കളയുക. അതുകൂടാതെ ഞാനൊരു ഫ്രീ റീഡിംഗ് കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ കയറിയിട്ട് ആ ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എനിക്ക് നേരിട്ടിട്ട് മെസ്സേജ് അയയ്ക്കുക. ഇതേ വാട്സപ്പിൽ ഒരു കാര്യം പറയണു, പ്രത്യേകിച്ച് ഇത് കോൾ അലൗഡ് അല്ല, ഓൺലി വാട്സപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം, ഒന്ന് വാച്ച് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നോക്കാം. ഇന്ന് കിട്ടിയ കാർഡ് ഇത്തിരി സങ്കടകരമായ കാർഡ് എന്ന് പറയാം. 7 ഓഫ് വൺസ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, ദ ടവർ. അപ്പോൾ നിങ്ങളുടെ തകർച്ച, ടവർ വന്നു കഴിഞ്ഞാൽ തകർന്ന ഒരു വ്യക്തി എന്ന് പറയാം. മോഷ്ടിക്കപ്പെട്ടു നിങ്ങളുടെ സമ്പത്ത്, മനസ്സമാധാനം എല്ലാം മോഷ്ടിക്കപ്പെട്ട ഒരു കാർഡ്, ഒരു റീഡിംഗ് ആണ് ഇന്ന് കിട്ടിയേക്കണത്. ഒരു തർക്കം ഒക്കെ കാണാനുണ്ട് മേലത്തെ കാർഡിൽ, അതായത് 7 ഓഫ് വൺസ്. ഭയങ്കരമായ ഒരു തർക്കത്തിലൂടെ പോയിട്ട് സമ്പത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്, അത് പണസംബന്ധമായിട്ട് തന്നെയാണ് ഈ തർക്കം നിലനിൽക്കുന്നത്. ആ ഒരു തർക്കത്തിലൂടെ പോയിട്ട് നിങ്ങളുടെ മനസ്സമാധാനവും നിങ്ങളുടെ സമ്പത്തൊക്കെ അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നുള്ള ഊർജം നിങ്ങളുടെ തകർച്ച, ആ തകർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ യൂണിവേഴ്സായിട്ട് ഒറക്കൽ കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഒറക്കൽ കാർഡിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ തകരണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലോ ആരെങ്കിലും, നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ അപ്പോൾ പാർട്ട്ണർഷിപ്പിലൊക്കെ നിങ്ങൾ തുടങ്ങിയ ഒരു ബിസിനസ് പിന്നീട് തർക്കത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. ആ ഒരു തർക്കം നിങ്ങളെ തകർച്ചയിലേക്ക്, സാമ്പത്തിക തകർച്ചയിലേക്ക് നിങ്ങളെ, അതായത് ഒരു ഉയരത്തിൽ നിന്നുള്ള ഒരു വീഴ്ച, അത് അഗാധമായ ഒരു വീഴ്ച തന്നെയായിരുന്നു നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട്. എല്ലാം നിങ്ങൾക്ക് ആ സാമ്പത്തികമായിട്ട് ഉള്ള തകർച്ചയിലെല്ലാം ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഒരു മോഷണം പോലെയാണല്ലോ കാണിക്കുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ മോഷ്ടിക്കപ്പെട്ട ഒരു സമ്പത്തിനുടമ എന്ന് വേണമെങ്കിൽ നിങ്ങളെ സൂചിപ്പിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളെന്ന വ്യക്തി ഒരുപക്ഷേ വിശ്വസിച്ച് പോയിട്ടുണ്ടാവാം നിങ്ങളെ പാർട്ട്ണറെ. അപ്പോൾ ആ പാർട്ട്ണർ ഇത്രയും നിങ്ങളെ ചീറ്റ് ചെയ്യുമെന്ന് നിങ്ങളും കരുതി കാണില്ല. ഇത് പാർട്ട്ണറെ മറ്റൊരു പാർട്ട്ണറും കൂടി അറിഞ്ഞിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കാം. അതായത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഒരു കുതിച്ചുകയറ്റം തുടങ്ങിയപ്പോൾ നിങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മറ്റാരോ ആസൂത്രിതമായിട്ട് ചെയ്ത ഒരു കാര്യത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ ടവർ കാർഡ് വന്നു കഴിഞ്ഞാൽ ഒരു വീഴ്ച, വലിയൊരു വീഴ്ച, അത് നിങ്ങളുടെ ബിസിനസ്സിൽ, കരിയറിലൊക്കെ ഒരു ഉയരത്തിൽ നിന്നുള്ള ഒരു അഗാധമായിട്ടുള്ള ഒരു വീഴ്ചേനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ വാച്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ പെട്ടെന്നുള്ള ഉയർച്ചയും അതൊക്കെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക്, അതായത് ഒരു അതർ പേഴ്സണ് അതൊന്നും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവർക്കത് കാണുമ്പോൾ, നിങ്ങളുടെ ഈ ഉയർച്ച കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത അത്ര ഒരു എന്താ പറയുക, മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടാവും നിങ്ങളുടെ ഉയർച്ചയിൽ. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കരം പിടിച്ചിട്ട് ഉയർത്തി കൊണ്ടുവരാൻ യൂണിവേഴ്സ് തയ്യാറാണ് എന്നുള്ളതും കാർഡ് കാണിക്കുന്നുണ്ട്. ഒറക്കൽ കാർഡിൽ കാണിക്കുന്നുണ്ടല്ലോ, സക്സസ്, വ്യക്തിഗതമോ പ്രൊഫഷണലോ ആയ ഒരു വിജയം നിങ്ങളെ തേടി വരും എന്നാണ് കാർഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കണക്റ്റായ ഊർജ്ജം, 2 ഊർജ്ജമുണ്ട്. സക്സസിൻ്റെ ഊർജ്ജമുണ്ട്, വീണ ഒരു വ്യക്തിയുടെ ഊർജ്ജമുണ്ട്. അതായത് നിങ്ങളെന്ന വ്യക്തിക്ക് 2 ഊർജ്ജം ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. താഴ്ചയിൽ, അതായത് അഗാധ വീഴ്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ ഒരു കരം, അത് മറ്റാരുടെയോ ഒരു കരം നിങ്ങളുടെ മുന്നിലേക്ക് നീട്ടപ്പെടാം എന്നുള്ളതാണ് ആ സക്സസ് കാണിക്കുന്നത്. അപ്പോൾ 2 ഊർജ്ജം കണക്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് വീണ ഒരു പരമായ ഒരു ഊർജ്ജവും, നിങ്ങൾക്ക് പതിയെ അതിലേക്ക് വരാൻ പറ്റുമെന്നുള്ള സക്സസ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരും. അതായത് അനുകമ്പ, സ്വാതന്ത്ര്യം, ക്ഷമ, അതായത് കമ്പാഷൻ, ഫ്രീഡം, ഫോർഗിവ്നെസ്. രണ്ടാമത്തെ കാർഡ് കാണിച്ചേക്കുന്നത് അതാണ്. ആദ്യ വരിയിൽ മൂന്നാമത്തെ കാർഡ് കാണിക്കുന്നത് സക്സസ് ആണ്. അപ്പോൾ പ്രൊഫഷണലോ അതേപോലെ തന്നെ വ്യക്തിഗതമായ ഒരു വിജയം. അപ്പോൾ അനുകമ്പയുണ്ട് നിങ്ങൾക്ക്. യൂണിവേഴ്സ് നിങ്ങളോട് അനുകമ്പ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ ഒരു സൂചന. അപ്പോൾ നിങ്ങളെന്ന വ്യക്തി നിഷ്കളങ്കനായ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ അനുകമ്പ, അല്ലെങ്കിൽ ഒരു കാരണം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഒരു കാത്തിരിപ്പിന് തയ്യാറാവണം എന്നുള്ളത് ഉണ്ട്. ഒരു ഫ്രീഡം,
മനസ്സുകൊണ്ട് നിങ്ങൾ ഫ്രീഡം അനുഭവിക്കുക. നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത ഇല്ലാതെ ഇതെല്ലാം യൂണിവേഴ്സ് നിയോഗിച്ച കാരണം കൊണ്ടായിരിക്കാം ഇതെല്ലാം അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ അത് പാസ്റ്റ് കർമ്മ എന്നും കൂടിയിട്ടുള്ള ഒരു കാർഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പാസ്റ്റ് കർമ്മയിൽ ഇതൊരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയോട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ജന്മത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങൾക്ക് ഇത്തരം ഒരു ചതി നിങ്ങളോട് ചെയ്തത് എന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീഡം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് പതിയെ പതിയെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് നടത്തിക്കും എന്നുള്ളതാണ്. അത് കണ്ടില്ലേ, സ്വതന്ത്രമായിട്ട് 2 പേരും നടക്കണ കാർഡാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങൾ ക്ഷമാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഇപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാർഡ് ജോയ്, രണ്ടാമത്തെ വരിയിൽ മൂന്നാമത്തെ കാർഡ് ജോയ്, ഗ്രാറ്റിറ്റ്യൂഡ്, അതേപോലെ ഇൻഡ്യൂഷൻ. അപ്പോൾ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സന്തോഷവും നന്ദിയും ഒക്കെ ഉള്ളവരായി തീരുക. ആരോട്? യൂണിവേഴ്സിനോട്. യൂണിവേഴ്സാണ് ഇവിടെ മാസ്റ്റർ. അപ്പോൾ ആ മാസ്റ്ററോട് നിങ്ങളെപ്പോഴും നന്ദിയുള്ളവനായിരിക്കുക. ആ ഒരു അവബോധം നിങ്ങൾക്കുണ്ടാവണം. എന്തെന്നാണെന്നറിയോ? കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ പാസ്റ്റ് കർമ്മയാണിത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളെന്ന വ്യക്തി ഇപ്പോൾ നിങ്ങൾ ചതിച്ച വ്യക്തിയോട് എന്തെങ്കിലും കർമ്മ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതേപോലെ നിങ്ങൾ മുൻ ജന്മത്തിൽ ഈ ഒരു വ്യക്തിക്ക് ഇതേപോലെ പൈസ അവരിൽ നിന്ന് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്തെങ്കിലും മാനസികമായിട്ട് എല്ലാ തരത്തിലും നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അവർ നിങ്ങളെന്നെ ഇതേപോലെ അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെന്നെ ഇതേപോലെ ആ ഒരവസ്ഥ നിങ്ങൾക്ക് ഈക്വലായിട്ട് മാത്രമാണ് ഓരോ ജന്മം എടുക്കണത്. പുതിയ പുതിയ ജന്മങ്ങൾ, പുതിയ പുതിയ ബോഡി ഒന്നുമല്ല. എല്ലാം ഇവിടെ നിലനിൽക്കണ ഊർജ്ജമാണ്. അപ്പോൾ അത് നിങ്ങളുടെ മാനസികാവസ്ഥ ശരിയാക്കണം. അതായത് സന്തോഷിക്കണം. സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് സാധിക്കില്ല എന്നറിയാം. പക്ഷെ പതിയെ പതിയെ നിങ്ങൾക്ക് ആ സന്തോഷത്തിലേക്ക് എത്താൻ കഴിയും. കാരണം അവിടെ ഒരു ഫ്രീഡം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കാർഡ്. അതുപോലെ നന്ദിയുള്ളവരായി തീരുക. സദാസമയം യൂണിവേഴ്സിന് നന്ദിയുള്ളവരായി തീരുക. അതിനുള്ള അവബോധം നേടിയെടുക്കുക. ഇൻഡ്യൂഷൻ വേണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മെഡിറ്റേഷനിലേക്ക് പോവുക. മെഡിറ്റേഷൻ പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. ഞാനൊരു മെഡിറ്റേഷൻ പ്രോഗ്രാം ഈ ഞായറാഴ്ച ഒരു വൈകുന്നേരം 7 ടു 8ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 6 ടു 7ൻ്റെ ഉള്ളിലായിരിക്കും സമയം. എല്ലാവരും സമയം വില്ലിങ് ആണെങ്കിൽ ഓൾറെഡി 10-15 പേര് നമ്മുടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഞാനിതിൽ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഫ്രീ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇൻഡ്യൂഷൻ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ, അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ആ ഗ്രൂപ്പിലേക്ക് വരാം. അതിലേക്ക് സ്വാഗതം ഏവർക്കും. പിന്നെ ഉള്ളത് 4ാമത്തെ കാർഡാണ്. അതായത് ബുദ്ധി, മാനസിക പരിവർത്തനം, അതായത് ശരിയായൊരു ചിന്ത ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഈ വിഭവസമൃദ്ധമായ മാനസികാവസ്ഥ അല്ലെങ്കിൽ റിസോഴ്സ്ഫുൾനെസ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയണത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ എന്നെ കോൺടാക്ട് ചെയ്യാൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ. ഇല്ലാത്തവർ നിങ്ങൾ ഇതുവരെ ചെയ്യണ മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ ആ മെഡിറ്റേഷൻ ചെയ്യുക. ഞാനിവിടെ ഒരു അവയർനെസ് പറയാം. അതായത് നിങ്ങൾക്ക് അഫർമേഷൻ പറയാം. അത് നിങ്ങൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതാണ് അഫർമേഷൻ. ഐ ആം എൻറ്റേർണലി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് ദ ബ്ലെസ്സിങ്സ് ഐ ഹാവ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എപ്പോഴും നന്ദിയുള്ളവനാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എപ്പോഴും നന്ദിയുള്ളവനാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എപ്പോഴും നന്ദിയുള്ളവനാണ്. ഇത് ഇങ്ങനെ 3 തവണ ദിവസവും രാവിലെ നിങ്ങൾ മോർണിംഗ് ടൈമിൽ എണീറ്റ വശം ചെയ്യുക. അതേപോലെ രാത്രി കിടക്കണ സമയത്തും നിങ്ങളിത് ചെയ്യുക. നിങ്ങളുടെ ഈ തകർച്ചയിൽ നിന്ന് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടെത്തിച്ച് തന്ന ഒരു അഫർമേഷൻ ആണെന്ന് നിങ്ങൾ കരുതണം. അതിനനുസരിച്ച് വേണം നിങ്ങളിത് അത്രയും വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ചേഞ്ച് ആവുന്നതും പഴയ ആ സക്സസ്സിലേക്ക്, അതായത് നിങ്ങളെ തകർച്ചയിൽ നിന്ന് കരകയറാൻ യൂണിവേഴ്സ് കാണിച്ചു തന്ന ഒരു മാർഗ്ഗമായിട്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് അപ്പുറത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സ് പറയാൻ തന്ന ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഡെയിലി ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും സ്വീകരിക്കാം. മലയാളമോ ഇംഗ്ലീഷോ എന്താണെങ്കിലും സ്വീകരിക്കാം. ഞാനൊന്നുകൂടിയും പറയാം. ഐ ആം എൻറ്റേർണലി
ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് ദ ബ്ലെസ്സിങ്സ് ഐ ഹാവ് ഇൻ മൈ ലൈഫ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.